നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്ന എന്ത് ആരോപണം വന്നാലും ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് വാട്ട് വി ഫീൽ ഇസ് ദാറ്റ് എന്റെ ദൈവം ഞാൻ അത് ചെയ്തിട്ടില്ലല്ലോ. ഈ സൈലൻസ് ആണല്ലോ നമ്മൾ എടുക്കണ ആയുധം. ആ സൈലൻസ് നമുക്ക് തരുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. നമ്മൾ 10 ഇഗ്നോർ ചെയ്താലും 11ാമത്തെ കാര്യം വരുമ്പോ അഗെയിൻ വി മേ ഗോ ഡൗൺ. നമ്മൾ വീഴും, നമ്മൾ ആൾക്കാർ തള്ളിയിടും അല്ലെ, നമ്മൾ അറിയാതെ ചില കുഴികളിൽ വീഴും. വീഴ്ച ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എത്ര വേഗം എത്ര മിടുക്കോടുകൂടി ആ വീഴ്ചയിൽ നിന്ന് നമ്മൾ എഴുന്നേക്കുന്നു, അതിൽ മാത്രമേ ഉള്ളൂ കാര്യം. ഒരിക്കൽ ക്ഷമിച്ച കാര്യം പിന്നെയും പിന്നെയും എടുത്തിട്ട് ഓരോ വഴക്ക് വരുമ്പോഴും 2 വർഷം മുമ്പ് ചെയ്ത എല്ലാ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് അതെല്ലാം കൂടി പറയരുത്. ഒരിക്കൽ സോറി പറഞ്ഞ് ഫൊർഗീവ് ചെയ്ത ഒരു സാധനം ഖലാസ് അത് പിന്നെയും പിന്നെ ഡിസ്കസ് കഥം. അപ്പൊ എന്താണ്, ആ ഫൊർഗീവ്നെസ്സിന് വിലയില്ലാണ്ടാവും പിന്നെയും പിന്നെ അത് എടുത്തിട്ടാ. ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പം എല്ലാം വലിച്ചു വരി പറയാണ്ട് അപ്പോഴത്തെ ഇഷ്യൂനെ മാത്രം അഡ്രസ് ചെയ്യുക. അല്ലാണ്ട് നീ അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ ഫുൾ ലിസ്റ്റ് എടുക്കരുത്. സോ ഫൊർഗീവ്, വെൻ യു ഫൊർഗീവ് സമൺ അത് മീൻ ചെയ്യുക. സോറി പറയുമ്പോഴും അത് മീൻ ചെയ്തിട്ട് സോറി പറയാം.